പത്തനംതിട്ടയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ടൊഴിയാതെ ആറന്മുളയും തിരുവല്ലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മഴക്കെടുതി തുടരുന്നതിനാൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന 146 ക്യാമ്പുകളിലായി 7168 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവുണ്ട് വിശദാംശങ്ങളുമായി. കണ്ണൻ, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്? ഈ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് എപ്പോഴത്തേക്ക് വീട്ടിലേക്കൊക്കെ മടങ്ങാനാകും? അശ്വതി, ഏതാണ്ട് ഒരു കനത്ത മഴ ജില്ലയിൽ ഇല്ല എങ്കിലും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. പുലർച്ചെ മുതൽ തന്നെ ഒരു മഴ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ട് ഇപ്പോഴെങ്ങും മാറുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ ആ ഒരു വെള്ളപ്പാച്ചിൽ എന്തായാലും ആറന്മുള തിരുവല്ല പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിൽ ആക്കിയിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് പതിയെയാണ് താപ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിയാൻ എന്തായാലും സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ഏതാണ്ട് 146ഓളം ക്യാമ്പുകൾ ഈ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട്. ഈ 146ഓളം ക്യാമ്പുകളിലായി 7000ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം വന്നപ്പോഴും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ചില ക്യാമ്പുകളിൽ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ആ ക്യാമ്പുകൾ സ്പ്ലിറ്റ് ചെയ്ത് മറ്റ് ക്യാമ്പുകൾ തുടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ക്യാമ്പുകൾ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ 146ആയി ഉയർന്നിട്ടുള്ളത്. ഇവിടങ്ങളിൽ ആവശ്യമായ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ നിർമ്മിക്കണമെന്നും അവർക്ക് ആവശ്യമായ നല്ല ഭക്ഷണം ഉൾപ്പെടെ നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ എത്തിയപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ചെലവഴിക്കാമെന്ന ഒരു അനുമതിയും ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ ആറന്മുള തിരുവല്ല മേഖലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വീടുകളും വെള്ളത്തിൽ തന്നെയാണ്. ഈ വെള്ളം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോലും അവിടെ നിന്നും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങാൻ എന്തായാലും സമയമെടുക്കും. കാരണം അങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ മിക്കവാറും വെള്ളത്തിൽ തന്നെയാണ്. അവിടങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ബോട്ടുകളിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും മഴ നേരിയ തോതിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയെങ്കിലും അതിൽ കോന്നിയെ ഒഴിവാക്കിയെന്ന ഒരു വിമർശനം അവിടുത്തെ MLA ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാതിയുണ്ട്. അത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയാനുണ്ട്. അശ്വതി.